കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. ഏപ്രിൽ 9 നമ്മുടെ നാട് വിധി എഴുതുകയാണ്. എന്നാൽ ഇതിനിടയിൽ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ നമ്മെ അമ്പരപ്പിക്കുന്നതാണ്. വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാൻ മാർച്ച് 23 വരെ അവസരമുണ്ടെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നു. ഇതൊരു സാധാരണ അറിയിപ്പല്ല. കേരളം അതീവ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. SIR നടപടികൾ പൂർത്തിയായപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിൽ 95 എണ്ണത്തിലും വോട്ടർമാരുടെ എണ്ണത്തിൽ വൻ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും വോട്ടർമാരുടെ എണ്ണം കുത്തനെ ഇടിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിൽ മാത്രം 47,647 പേരുടെ കുറവാണ് വന്നിരിക്കുന്നത്. അതേസമയം മലപ്പുറം പോലുള്ള ജില്ലകളിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ വർധനവും ഉണ്ടായിട്ടുണ്ട്. ഈ കണക്കുകൾക്ക് പിന്നിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ആസൂത്രിത നീക്കങ്ങളുണ്ടോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ബീഹാറിലെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അവിടെ അന്തിമ പട്ടികയ്ക്ക് ശേഷം വോട്ടെടുപ്പിന് തൊട്ടു മുമ്പായി 3 ലക്ഷത്തിലധികം പേരെയാണ് പുതുതായി പട്ടികയിൽ തിരുകി കയറ്റിയത്. ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ എത്രത്തോളം സഹായിച്ചു എന്നത് നമ്മൾ കണ്ടതാണ്. സമാനമായ രീതിയിൽ പശ്ചിമ ബംഗാളിലും 60 ലക്ഷത്തിലധികം പേരുടെ കാര്യത്തിൽ വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നു. ഇത്തരത്തിലുള്ള അട്ടിമറി നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഓരോ വോട്ടറും ഉണർന്ന് പ്രവർത്തിച്ച് തീരും. നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. പുതിയ വോട്ടർമാരെ ചേർക്കാൻ മാർച്ച് 23 വരെ കിട്ടുന്ന ഈ അവസാന അവസരം പാഴാക്കരുത്. അതോടൊപ്പം അസ്വാഭാവികമായ രീതിയിൽ വോട്ട് ചേർക്കാൻ ശ്രമിക്കുന്നവരെ തടയാനുള്ള ബാധ്യത രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട്. നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കാൻ നമുക്ക് ഒന്നിച്ച് ജാഗ്രത പാലിക്കാം.